വനിതാ ശാക്തീകരണത്തിന് വിപ്ലവകരമായ മുന്നേറ്റം കുറിച്ച അർച്ചന വിമൻസ് സെന്ററിന്റെ 20ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. 20ാം വാർഷികാഘോഷവും NTL സമിറ്റും പൂർവ്വകാല പ്രവർത്തകരുടെ സംഗമത്തിന്റെ ഉദ്ഘാടനം അർച്ചന വിമൻസ് സെന്റർ ഫൗണ്ടർ ഡയറക്ടർ ത്രേസ്യാമ്മ മാത്യുവും അർച്ചന വിമൻസ് സെന്റർ പാർട്ണർ ഡെന്നിസ് റിച്ചാർഡും ചേർന്ന് നിർവഹിച്ചു. സ്ത്രീകളെ വൈദഗ്ധ്യമുള്ള തൊഴിൽ മേഖലകളിൽ നിന്നും അന്യവൽക്കരിച്ചിരുന്ന കാലങ്ങളിൽ വേറിട്ടൊരു സേവന ദൗത്യവുമായാണ് അർച്ചന വിമൻസ് സെന്റർ രംഗത്ത് വന്നത്. കേരളത്തിലെ വനിതാ മേസ്ത്രി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്ത്രീ ശാക്തീകരണ വഴിയിൽ നിരവധി സ്ത്രീകൾക്ക് പരമ്പരാഗതമല്ലാത്ത തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യവും അവസരവും അർച്ചന വിമൻസ് സെന്റർ നൽകി. അർച്ചന വിമൻസ് സെന്റർ ഡയറക്ടർ ത്രേസ്യാമ്മ മാത്യുവിന്റെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുമായി 20 വർഷമായി അർച്ചന വിമൻസ് സെന്റർ മുന്നേറുകയാണ്. സമ്മേളനത്തിൽ മോഹൻ ജോസഫ് MLA, അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോനാപ്പള്ളി വികാരി ഫാദർ ജോസഫ് മുണ്ടകത്തിൽ, ഏറ്റുമാനൂർ നഗരസഭ ചെയർപേഴ്സൺ ലവ്ലി ജോർജ്, അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, വാർഡ് കൗൺസിലർ സിബി ചെറിയിൽ, പുഷ്പഗിരി സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജോസഫ് ആലങ്കൽ, ഫ്യൂച്ചർ സ്റ്റാർ എഡ്യൂക്കേഷണൽ പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ ആൻസി ജോർജ്, ഇടുക്കി ഡിസ്ട്രിക്ട് വിമൻ കൗൺസിൽ സെക്രട്ടറി റോസകുട്ടി എബ്രഹാം, കോട്ടയം നബാർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ റെജി വർഗീസ്, SCO പ്രതിനിധി മനോഹരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. അതുതന്നെയാണ് അതിന്റെ സ്ത്രീ ശാക്തീകരണത്തിന്റെ കർമ്മയോഗിയായ ത്രേസ്യാമ്മ മേഡത്തിലൂടെ ഒരുപിടി പ്രിയപ്പെട്ടവർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ വലിയൊരു മുന്നേറ്റത്തിന് അവസരമൊരുക്കിയ അർച്ചന വിമൻസ് സെന്റർ 20ന്റെ നിറവിൽ നിന്നും ഇനി തലമുറകൾക്ക് അനുഗ്രഹമായി എന്നും മുന്നോട്ട് പോകുന്ന കരുത്തുറ്റ പ്രസ്ഥാനമായി തീരട്ടെ. അതിലൂടെ നമ്മുടെ സഹോദരിമാർ കരുത്തുറ്റ സ്ത്രീ വ്യക്തങ്ങളായി നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഷൈനിയും മോൾസണും ഒക്കെ അടക്കം ഇതിന്റെ സംഘാടകരായ എല്ലാ സുഹൃത്തുക്കളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് 20ാം വാർഷികത്തിന് എല്ലാ മംഗളാശംസകളും നേർന്നുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പൊതുസമ്മേളനം, സ്നേഹവിരുന്ന്, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയും നടന്നു.